തിരുവനന്തപുരം ലോ കോളേജിൽ എസ്എഫ്ഐ കെഎസ്യു സംഘർഷത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ പണ്ട് ഉത്തരവ് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് മുഖ്യമന്ത്രി തരം താഴരുതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ക്യാമ്പസിൽ എസ്എഫ്ഐയെ മുഖ്യമന്ത്രി നിയന്ത്രിക്കണമെന്നും പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു വനിതാ നേതാവിനുൾപ്പെടെ മർദ്ദനമേറ്റതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനുവേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് എസ്എഫ്ഐ പ്രവർത്തകരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. സാർ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. സാർ ഗൗരവതരമായി പരിഹാരം ഉണ്ടാക്കണം. ഇതിനെല്ലാം ഉത്തരവാദികളെ ഇതിനെല്ലാം കൊടപിടിച്ചു കൊടുക്കാതെ സാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എല്ലാ രീതിയിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ക്യാമ്പസുകൾ അഴിച്ചുവിട്ടിരുന്നത്. ആ അക്രമങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ട് തന്നെയല്ലേ എസ്എഫ്ഐ വളർന്നു വന്നത്. അത് വേറെ അതിന്റെ ഒരു ഭാഗമായി മാറുന്ന നിലയല്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഞാൻ സാധാരണ അതൊന്നും പറയാറില്ല, ഇപ്പോഴും കൂടുതൽ പറയാൻ പോകുന്നില്ല. പക്ഷേ അത് നല്ലതല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഏറ്റവും പ്രബലമായ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിക്കുന്നതിന് അതിനുവേണ്ടി ഏത് നിലവിട്ടും ആക്ഷേപിക്കാമെന്നാണ്. അതിന് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഉപയോഗിക്കലാണ്. ആ പിന്നിൽ നിന്ന് ബഹളം വെക്കുന്നവര് ആ നിലയിലേക്ക് അധപ്പതിക്കാൻ പാടുണ്ടോ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്? അതാണോ വേണ്ടത്? സംഭവവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മൊഴി ശേഖരിച്ച് പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതാണ്. മേൽപ്പറഞ്ഞ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എതിർ സംഘടനയിലെ പ്രവർത്തകർക്കെതിരെ മറുവിഭാഗവും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിന്മേൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷ നേതാവ് പിൻനിരയിലുള്ള ആളുകളെ പോലെ അധപ്പതിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തി. സാർ, പിൻനിരയിലുള്ള ആളുകൾ അങ്ങനെ അധപ്പതിച്ച ആളുകളൊന്നുമല്ല. ഞങ്ങള് തുളച്ചു വന്ന ആളുകളല്ല പിൻനിരയിൽ ഇരിക്കുന്നത്. പിൻനിരയിൽ ഇരിക്കുന്നവർ ജനങ്ങളുടെ അംഗീകാരം തേടി വന്നവർ തന്നെയാണ്. സാർ, എനിക്ക് അതേ നിലവാരം തന്നെയുള്ളൂ. എനിക്ക് കൂടുതൽ നിലവാരമൊന്നുമില്ല. അങ്ങ് എന്നെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ഇന്ന് ലൈസൻസ് ആണ് അങ്ങയുടെ പ്രസ്താവനയിലൂടെ ഇന്ന് കൊടുത്തത്. അഴിഞ്ഞാടാനുള്ള ലൈസൻസ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ചെയ്തത്. സാർ, അതിവിടെ നടക്കില്ല. ഈ കേരളത്തിൽ അത് നടക്കില്ല. ഞങ്ങൾ ആ വിഷയം കൊണ്ടുവരും. ഞങ്ങളുടെ പെൺമക്കളെ ആക്രമിക്കപ്പെടുമ്പോൾ ആ വിഷയം ഞങ്ങൾ സഭയിൽ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കും. ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കും. അതിനെന്താണ് സാർ കുഴപ്പം? എന്താണ് കുഴപ്പം? അങ്ങ് ഇത് വളരെ നിസാരമായി മുഖ്യമന്ത്രി സാർ, ഇവിടെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അദ്ദേഹം പഴയ കെഎസ്യു നേതാവിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും തലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതാണ് ഇവിടെ കണ്ടത്. അതിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഇവിടെ കണ്ടത്. സാർ, അവിടെ പിന്നിലിരിക്കുന്നവരെ ആകെ ആക്ഷേപിക്കാനല്ല ഞാൻ പുറപ്പെട്ടത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഗോഗോ വിളിക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ നിലയിലേക്ക് അധപ്പതിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിലയിലേക്ക് അധപ്പതിക്കല്ല വേണ്ടത്. അങ്ങനെ അധപ്പതിക്കുന്ന ഒരു സ്ഥാനമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്. അത് അദ്ദേഹം ഓർമ്മിക്കണം. ആ കരുതൽ അദ്ദേഹത്തിന് ഇല്ലാതെ വന്നപ്പോഴാണ് എനിക്കത് പറയേണ്ടി വന്നത്. ഇവിടെ പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന കാര്യം ഞാനതിന് പറഞ്ഞു കഴിഞ്ഞു. ഈ കേരളത്തില് എസ്എഫ്ഐ എന്ന സംഘടന കരുത്താർജിച്ചിട്ടുള്ളത് പെൺകുട്ടികളുടെ കൂടി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലൂടെയാണ്. ഞാൻ പഴയ കെഎസ്യു നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ട് വളർന്നു വന്ന ആള് തന്നെയാണ്. സാർ, അതേ ആവേശവും ഒക്കെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉണ്ടാവും. ഞാനത് സമ്മതിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആരോപണം അതേ രീതിയിൽ തന്നെയാണ് എന്നുള്ളത് ഞാൻ സ്വീകരിക്കുന്നു. ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. പ്രതിപക്ഷ നേതാവിന് ഉറഞ്ഞു തുള്ളുന്ന കെഎസ്യുക്കാരന്റെ രീതി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മർദ്ദനമേറ്റവരെ ഷാഫി പറമ്പിൽ എംഎൽഎ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചു.
അജിത്ത് ചേരുന്നു. സൈത്ത്, എന്തൊക്കെയാണ് സഭയിൽ സംഭവിക്കുന്നത്? ലോ കോളേജിൽ KSU പ്രവർത്തകർ വനിതാ പ്രവർത്തകർക്കെതിരെ SFI പ്രവർത്തകരുടെ അതിക്രമം ഉണ്ടായി എന്നതാണ് KSU ആരോപണം. വനിതാ പ്രവർത്തകരെ അടക്കം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലിയാണ് ഉണ്ടായത്. ഇത് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലും KSU ഈ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ സബ്മിഷനായിട്ട് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിലെടുത്ത നിലപാടുകൾ വിശദീകരിച്ചു, സർക്കാർ കേസെടുത്ത് വിശദീകരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അക്രമിക്ക് ആയുധം നൽകുന്നതിന് തുല്യമായ നിലപാടെടുത്തു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ഇതിനെതിരെ മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തു. അതായത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് KSU യൂത്ത് കോൺഗ്രസുകാരുടെ സ്വഭാവത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും സംസാരിക്കുന്നത്. അദ്ദേഹം ഉറഞ്ഞുകൊള്ളുകയാണ്. ഇതിനിടയിൽ പ്രതിപക്ഷ നിരയുടെ പിന്തുണയിലുള്ള ഒരു വിഭാഗം ആൾക്കാർ അംഗങ്ങൾ പ്രകോപനപരമായ നീക്കം നടത്തി. ഇത് മുഖ്യമന്ത്രിയെ വീണ്ടും പ്രകോപിപ്പിച്ചു. മുഖ്യമന്ത്രി ഇവർക്കെതിരെ രംഗത്ത് വന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷ നിരയിലുള്ളവരെ മുഖ്യമന്ത്രി പൂർണ്ണമായും അപമാനിക്കുന്നു എന്ന പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. എന്നാൽ താൻ പ്രതിപക്ഷ നിരയിലുള്ളവരെയും എല്ലാവരെയുമല്ല, ചിലർ തനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി അവർക്കെതിരെയാണ് താൻ ആക്ഷേപം നടത്തിയത് എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് മുൻ പാർട്ടി സെക്രട്ടറി ആക്രമിക്കാൻ പ്രചോദനം നൽകുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളായി മുഖ്യമന്ത്രി ഒതുങ്ങുന്നു എന്ന ആരോപണം നടത്തി. ഇതിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തു. തുടർന്ന് സബ്മിഷന്റെ വിഷയത്തിൽ തന്നെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് യോഗം. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, യോഗം വിളിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യം മാറുകയാണോ യോഗം വിളിച്ചതിലൂടെ? സംസ്ഥയ്ക്കുള്ളിലെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് സംസ്ഥയ്ക്ക് അത്രയ്ക്ക് ബോധിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയിലെ വിശ്വാസം കുറച്ചുകൂടി കൂട്ടുന്നതാണോ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന യോഗം? തന്നെയ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടാനുള്ള തീരുമാനത്തിൽ മുസ്ലിം സംഘടനയുടെ യോഗം വിളിച്ചു ചേർത്തതിനു ശേഷം മാത്രമേ സർക്കാർ ഇനി തുടർ നടപടിയിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംസ്ഥാന നേതാക്കൾക്ക് നൽകിയ ഉറപ്പ്. ഇതിനിടെ യോഗം വിളിക്കുന്നത് വൈകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടെയാണ് ഇന്നലെ മന്ത്രി V അബ്ദുറഹ്മാന്റെ നിയമസഭയിലെ പ്രസ്താവന ഉണ്ടായത്. അതായത് PSCക്ക് വിടാനുള്ള തീരുമാനമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന പ്രഖ്യാപനമുണ്ടായത്. വാക്ക് വിശ്വസിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയ സമസ്തയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇതിനെതിരെ ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുറഹ്മാന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നത്. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് ചർച്ച എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. വഖഫ് വിഷയത്തിൽ പള്ളികളിൽ പ്രക്ഷോഭം നടത്താനുള്ള ലീഗ് തീരുമാനത്തിൽ നിന്ന് സമസ്ത പിന്മാറുകയായിരുന്നു. പിന്നീട് പ്രത്യക്ഷ പ്രക്ഷോഭങ്ങളിൽ ഒന്നും പങ്കെടുക്കേണ്ടെന്ന് സമസ്ത തീരുമാനിച്ചു. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗിന്റെയും മറ്റു മുസ്ലിം സംഘടനകളുടെയും സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെയും ഒക്കെ വലിയ എതിർപ്പ് അവഗണിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ നിലപാട് സ്വീകരിച്ചത്. ഇതിനിടെ മന്ത്രി നടത്തിയ ഈ പ്രസ്താവന സമസ്തയിൽ വലിയ പ്രതിസന്ധിയും ആശയക്കുഴപ്പവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. തൽക്കാലത്തേക്ക് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ മന്ത്രിക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വാസത്തിലെടുക്കുന്നു. ഒപ്പം അടിയന്തരമായി മുസ്ലിം സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നും ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥയുമായി അത്തരമൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ സർക്കാരും മുഖ്യമന്ത്രിയുമൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ടുകൂടിയാണ് വൈകാതെ തന്നെ ഒരു മുസ്ലിം സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കാൻ സർക്കാർ തയ്യാറായതെന്നാണ് ലഭിക്കുന്ന വിവരം. എ റഹീം CPMന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റാണ് റഹീം. പാർലമെന്റിൽ യുവത്വത്തിന്റെ ശബ്ദമായി മാറുമെന്നും പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്നും റഹീം പ്രതികരിച്ചു. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിലൊന്നിലേക്ക് പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം പൂർണ്ണമായും രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിനിയോഗിക്കും. വി അരുൺ ചേരുന്നു. അരുൺ, റഹീമിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നു CPM. എങ്ങനെയാണ് ആ നീക്കത്തെ കാണുന്നത്? റഹീം ഈ വിഷയത്തിൽ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുത്തതിൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? ധന്യ സംഘടനയിലും പാർലമെന്റ് രംഗത്തും യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം അവസരമെന്ന CPM നയത്തിന്റെ ഭാഗമാണ് റഹീമിന്റെ സ്ഥാനാർത്ഥിത്വം.
എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ റഹീമിനെ CPM സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ രാജ്യസഭയിൽ അയക്കാൻ CPM തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരു സീറ്റാണ് CPM രാജ്യസഭയിൽ വിജയിക്കാൻ കഴിയുന്നത്. ആ സീറ്റിലേക്കാണ് ഇപ്പോൾ റഹീമിനെ CPM സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. നിലവിൽ ദേശീയ അധ്യക്ഷനാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് റഹീം. അതുകൂടി പരിഗണിച്ചാണ് റഹീമിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചത്. നേരത്തെ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു റഹീം. തിരുവനന്തപുരം സ്വദേശിയാണ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം, കൂടുതൽ പേരെ പ്രധാന പദവികളിലേക്ക് കൊണ്ടുവരാനുള്ള CPM തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ ഇതിനെ വിലയിരുത്തണം. ശരി, നന്ദി അരുൺ. അഞ്ജലി റിമാദേവ് എറണാകുളം പോക്സോ കോടതിയിൽ ഹാജരായി. ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അഞ്ജലിയുടെ കോഴിക്കോട്ടെ വസതിയിൽ പോലീസ് നോട്ടീസ് പതിച്ചിരുന്നു. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഹാജരായിരിക്കുന്നു. 3 പ്രതികളെയും ഒരുമിച്ച് ഇന്ന് ചോദ്യം ചെയ്യാനാണോ സാധ്യത? വിവരങ്ങൾ. തന്നെയാണ് നിലവിൽ 1-ാം പ്രതിയായ റോയി വയലാട്ടിനെയും 2-ാം പ്രതിയായിട്ടുള്ള ഷൈജു തങ്കത്തിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഷൈജുവിനെ ഇന്ന് രാവിലെ തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റോയി വയലാട്ടിനെ ഹാജരാക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇപ്പോൾ റോയിയെയും കോടതിയിൽ എറണാകുളം പോക്സോ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ജലി റീമാദേവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി കേസിന്റെ തുടർ നടപടികൾ നടക്കുന്ന പോക്സോ കോടതിയിലെത്തി അഞ്ജലി റീമാദേവ് ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ നേരത്തെ അന്വേഷണ സംഘം, അതായത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ജലിയോട് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. എന്നാൽ ജാമ്യത്തിന്റെ നടപടിക്രമങ്ങൾ ഉള്ളതിനാൽ അഞ്ജലി നേരെ പോക്സോ കോടതിയിലാണ് എത്തിയത്. ഇവിടുത്തെ തുടർ നടപടികൾക്ക് ശേഷം അഞ്ജലി ഇന്ന് തന്നെ വീണ്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം പോലീസ് വീണ്ടും അഞ്ജലിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ തന്നെ അഞ്ജലി റീമാദേവ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തന്നെയാണ് സരോജ, ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡി കാലാവധി 1-ാം പ്രതിയുടേത് അവസാനിക്കുകയാണല്ലോ. അപ്പം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുമോ? വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യാനാണോ സാധ്യത? കേസിന്റെ പോക്ക് എങ്ങനെയാണ്? ധന്യ, നിലവിൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇരുവരുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. തുടർ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി ഇന്ന് അപേക്ഷ നൽകുകയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. കാരണം അവരെ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തെളിവെടുപ്പും ഒക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പിന്നീട് അത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകാനോ നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ജലിയെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്. ഇന്ന് അഞ്ജലിയെ ചോദ്യം ചെയ്ത ശേഷമാവും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. തന്നെയാണ്. ശരി, നന്ദി സനോജ്. നടിയെ ആക്രമിച്ച കേസിൽ ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചെന്ന ആരോപണം തെറ്റെന്ന് ദിലീപ്. സ്വകാര്യ സംഭാഷണങ്ങളാണ് ഫോണിൽ നിന്ന് കളഞ്ഞത്. FIR റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതിയിലാണ് ദിലീപിന്റെ വിശദീകരണം. വീട്ടിലെ സഹായിയായിരുന്ന ദാസന്റെ മൊഴി വാസ്തവവിരുദ്ധമെന്നും ദിലീപ് പറയുന്നു. അതേസമയം ദിലീപിന്റെ അഭിഭാഷകൻ B. രാമൻപിള്ളയ്ക്കെതിരെ അതിജീവിതയുടെ പരാതി. കേസിൽ അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത ഇടപെടൽ രാമൻപിള്ളയിൽ നിന്നുണ്ടായി. തെളിവുകൾ ഇല്ലാതാക്കി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും കേരള ബാർ കൌൺസിലിന് നൽകിയ പരാതിയിൽ പറയുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആദ്യം ഫോണിൽ നിന്ന് വിവരങ്ങൾ മാറ്റിയിട്ടില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ അയച്ചിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ മുഴുവനായി പൊളിയുകയാണ് ദിലീപിന്റേത്. രണ്ടാമത് അഭിഭാഷകനെതിരെ അതിജീവിത നൽകിയിരിക്കുന്ന പരാതിയാണ്. രണ്ടിന്റെയും വിശദാംശങ്ങൾ. നേരത്തെ ഈ തുടരന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിലാണ് ഈ തെളിവ് നശിപ്പിക്കലിന് ദിലീപ് അഭിഭാഷകർ വഴി ശ്രമം നടത്തിയതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഇതിൽ മുംബൈയിലെ ലാബിൽ അഭിഭാഷകർ നേരിട്ടെത്തി തെളിവ് നശിപ്പിക്കലിന് നേതൃത്വം നൽകി. ഒപ്പം കോഴിക്കോട്ടുള്ള IT വിദഗ്ധനായ സായി ശങ്കറെ കൊച്ചിയിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തിച്ച് അവിടുത്തെ വൈഫൈ സംവിധാനം ഉപയോഗിച്ച് ഈ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് നീക്കം നടത്തുകയും ചെയ്തു. അത്തരത്തിൽ ഡിലീറ്റ്
ചെയ്യുകയും ചെയ്തു എന്നാണ് കോടതിയിൽ പറഞ്ഞത്. ഇതിന് മറുപടിയായാണ് ഇന്നൊരു മറുപടി സത്യവാങ്മൂലം ദിലീപ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിലാണ് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നശിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളോ സംഭാഷണങ്ങളോ ഒന്നും നശിപ്പിച്ചിട്ടില്ല. തൻ്റെ സ്വകാര്യ സന്ദേശങ്ങൾ ചിലത് ഈ ഫോണിലുണ്ടായിരുന്നു, അവ മാത്രമാണ് താൻ നശിപ്പിച്ചത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ കേസുമായി ബന്ധമുള്ള എന്തെങ്കിലും രേഖകൾ കണ്ടെടുത്തതായി പരാമർശമില്ല എന്നും പറയുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം ഇതുമായി വൈരുദ്ധ്യമുള്ളതാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തൻ്റെ വീട്ടിൽ ജോലിക്കാരനായിരുന്ന സഹായിയായിരുന്ന ദാസൻ നൽകിയ മൊഴി വാസ്തവവിരുദ്ധമാണെന്നും വ്യക്തമാക്കുന്നു. തൻ്റെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി ഈ മൊഴി മാറ്റി പറയാനുള്ള പരിശീലനം നൽകി എന്നാണ് ദാസൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ദാസൻ അവകാശപ്പെട്ട ദിവസം അഭിഭാഷകർ ഓഫീസിൽ ഇല്ലായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് ഓഫീസിൽ എത്തിയില്ല എന്ന വിശദീകരണവും നൽകുന്നു. ഒപ്പം ദാസൻ തൻ്റെ വീട്ടിൽ ജോലി ചെയ്ത കാലയളവും ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയ ദാസനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിയ സമയവും തമ്മിൽ ഏതാണ്ട് 6 മാസത്തിലധികം വ്യത്യാസമുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നു. ബാലേന്ദ്രകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ വീട്ടിലെ ജോലി അവസാനിപ്പിച്ച് ദാസൻ മടങ്ങിയതായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നാണ് ദിലീപ് വാദിക്കുന്നത്. ധന്യവാദം. നന്ദി അനീഷ്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന വീണ്ടും മലയാള സിനിമയിലേക്ക്. നിക്കാക്കായ്ക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന വീണ്ടും എത്തുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. ഷറഫുദ്ദീൻ നായകനായെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗ്ധനായ ആദിൽ മൈമൂനത്ത് അഷ്റഫാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സർക്കാർ സൗജന്യ കിറ്റ് നിർത്തിയെന്നും റേഷൻ കടകളിൽ പോലും അവശ്യ സാധനങ്ങൾ ഇല്ലെന്നും പ്രതിപക്ഷം നിയമസഭയിൽ. എന്നാൽ പൊതുവിതരണ കേന്ദ്രത്തിൽ എത്തി പരിശോധിക്കാൻ പ്രതിപക്ഷത്തെ ഭക്ഷ്യമന്ത്രി വെല്ലുവിളിച്ചു. പ്രതിപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ നാട്ടില് അങ്കമാലിയിലെ ഔട്ട്ലെറ്റിൽ നമുക്ക് ഒരുമിച്ച് പോവാം, ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാം. സാറേ, ഈ അസംബ്ലിക്കകത്തുനിന്ന് പുറത്തു പോയി നഗരത്തിലെ ഏതെങ്കിലും ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പോയി ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് താങ്കൾക്ക് മനസ്സിലാക്കാനും അത് കഴിഞ്ഞിട്ട് വിമർശിക്കണം. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്തരത്തിൽ ഇതുപോലൊരു സഭയിൽ വന്ന് അടിസ്ഥാനരഹിതമായി മൈതാന പ്രസംഗം നടത്തുന്ന രീതി ഒട്ടും ശരിയായില്ല. വിലക്കയറ്റം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലാണ് ഭരണപ്രതിപക്ഷ വാക്പോര്. 20 രൂപയ്ക്ക് ഉച്ചയൂണ് ലഭിക്കുന്ന സുഭിക്ഷ ഹോട്ടലുകൾ വ്യാപകമാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു സുഭിക്ഷ ഹോട്ടൽ ആരംഭിക്കാനാണ് നീക്കം. ഈ മാസം അവസാനത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സിവിൽ സപ്ലൈസ് വകുപ്പ് സുഭിക്ഷ ഹോട്ടലുകളിലൂടെ കേരളത്തെ ജനങ്ങൾക്ക് നൽകും. 20 രൂപ ക്രമത്തിൽ ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള നടപടിയാണ് അതിലൂടെ നടത്തിവരുന്നത്. കേരളത്തിൽ വ്യാപകമായി തുടങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ സർക്കാരിന്റെ 100ന പരിപാടിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ഹോട്ടൽ, സുഭിക്ഷ ഹോട്ടൽ ഉറപ്പുവരുത്താനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. താമസിയാതെ തന്നെ ഈ മാസം അവസാനത്തോടുകൂടി നമുക്ക് കുറേയേറെ മണ്ഡലങ്ങളിൽ തുടങ്ങാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ടെന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. ഇടവേള. പാലക്കാട് നഗരസഭാ യോഗത്തിൽ ഹെൽമറ്റ് ധരിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ. കഴിഞ്ഞ ദിവസം കൌൺസിൽ യോഗത്തിനിടെ വനിതാ കൌൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്നത്തെ യോഗത്തിൽ UDF, LDF അംഗങ്ങൾ ഹെൽമറ്റ് ധരിച്ചെത്തിയത്. കേന്ദ്ര സർക്കാർ നിയമമുണ്ട്, ഒരു പദ്ധതിക്ക് ഒരു ബാങ്ക് ഒരു അക്കൗണ്ട് പാടുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വളരെ വ്യത്യസ്തമായ പ്രതിഷേധ കാഴ്ചയാണല്ലോ. എന്താണ് പാലക്കാട് നഗരസഭയിൽ നടക്കുന്നത്? ധന്യ, കഴിഞ്ഞ കൌൺസിലിൽ പ്രതിപക്ഷ കൌൺസിലറെ മർദ്ദിച്ചു എന്നുള്ളതാണ്. 2 വനിതാ കൌൺസിലർമാർ തമ്മിൽ
സംഘർഷം ഉണ്ടായിരുന്നു. BJP-യിലെ മിനി കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ UDF-ലെ അനുപമുള്ളത്. UDF കൗൺസിലർമാർ ആരോപിക്കുന്നത് UDF വനിതാ കൗൺസിലറെ BJP കൗൺസിലർ മർദ്ദിച്ചു. ഇതിനെതിരെ ഈ കൗൺസിലർക്കെതിരെ നടപടി വേണം എന്നതാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് പ്രത്യേകമായി ചേർന്ന ഈ കൗൺസിൽ യോഗത്തിൽ വേറിട്ടൊരു പ്രതിഷേധം പ്രതിപക്ഷ കൗൺസിലർമാർ സംഘടിപ്പിച്ചത്. അതിനകത്ത് UDF കൗൺസിലർമാരും അതോടൊപ്പം തന്നെ CPM കൗൺസിലർമാരും ഒരുമിച്ച് ചേർന്നായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം. നടപടി ഉണ്ടാകുന്നത് അനുപമയെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്നതാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, നന്ദി പ്രസാദ്. ഇരിങ്ങാലക്കുടയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത സഹപാഠിക്ക് കുത്തേറ്റു. ഇരിങ്ങാലക്കുട ജ്യോതിസ് കോളേജ് വിദ്യാർത്ഥി ചേലൂർ സ്വദേശി ടെൽസൺ ആണ് കുത്തേറ്റത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കാർലം സ്വദേശി സാഹിർ, ആലുവ സ്വദേശി രാഹുൽ എന്നിവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്താണ് കോളേജിൽ സംഭവിച്ചത്? പ്രതികൾക്കെതിരെ എന്ത് വകുപ്പാണ്? കുത്തേറ്റവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? ധന്യ, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ജ്യോതിസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ബൈക്കിൽ വന്ന 2 പേർ ശല്യം ചെയ്യുകയായിരുന്നു. ജ്യോതിസ് കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഈ 2 പേർ പുറത്തു നിന്നുള്ളവരാണ്. അവർ ആലുവ സ്വദേശികൾ, ആലുവ, കാറളം എന്നീ പ്രദേശത്തു നിന്നുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ, അതുപോലെ തന്നെ ഷാഹുൽ എന്നിവയാണ് ഇവരുടെ പേര്. ഇവർ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യുകയായിരുന്നു. ഇത് കണ്ട വിദ്യാർത്ഥി സഹപാഠിയായ ടൽസൺ ഇവരെ ചോദ്യം ചെയ്തു. തുടർന്ന് ഈ ഷാഹുൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി കയ്യിൽ കരുതിയിരുന്ന കത്തി എടുത്ത് ഈ ടൽസനെ കുത്തി വീഴ്ത്തി എന്നാണ് പറയുന്നത്. 4 കുത്തുകളാണ് ടെൽസനെ ഏറ്റിരിക്കുന്നത്. തുടർന്ന് ഇവർ ബൈക്ക് ഓടിച്ച് പോവുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ടുനിന്ന നാട്ടുകാർ ഈ പ്രതികളെ പിന്തുടർന്ന് പിടികൂടി പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഈ ടെൽസനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആശങ്കാകുലമല്ല അദ്ദേഹത്തിന്റെ സാഹചര്യം എന്നാണ് അറിയാൻ കഴിയുന്നത്. അപകടനിലയെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. ധന്യ. ശരി, നന്ദി സുവേ. വിദേശത്ത് നിന്നെത്തിയ ലഹരി മരുന്നിനായി തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ പരിശോധന. കൊച്ചിയിൽ വിദേശ പാഴ്സലിൽ നിന്ന് LSD കണ്ടെടുത്തു. ഒമാനിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നുമാണ് പാഴ്സൽ അയച്ചത്. പാഴ്സൽ കൈപ്പറ്റേണ്ട ഒരാൾ കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളുടെ പക്കൽ നിന്ന് ആഷിഷ് ഓയിലും മറ്റ് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. പൊതുവെ അത് പരാതി ഇങ്ങനെ വ്യാപകമായി ആയതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ റെയ്ഡ് നടന്നിട്ടുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എറണാകുളം ജില്ലയിലും അതിനെ സംബന്ധിച്ച് റെയ്ഡ് നടത്തി. പക്ഷേ റെയ്ഡിൻ്റെ സമയത്ത് നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഈ പരാതികളുടെ അടിസ്ഥാനത്തിലും അങ്ങനെ അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. അത് തുടർന്നും അങ്ങനെയുള്ള പരിശോധനകൾ നടത്തും. അതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലും അടുത്ത കാലത്തുണ്ടായ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരു റെയ്ഡാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് കസ്റ്റംസിന് തോന്നിയ സംശയം, ഇത്തരം പാർസലുകൾ വരുന്നതും അത് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തോന്നിയ സംശയത്തിലാണ് കസ്റ്റംസ് ഈ വിവരങ്ങൾ, ലഹരി വസ്തുക്കൾ എത്തുന്നു എന്നത്, പാർസലിൽ വിദേശത്തുനിന്ന് എത്തുന്നു എന്നുള്ള വിവരം എക്സൈസ് വിഭാഗത്തെ അറിയിക്കുന്നത്. തുടർന്നാണ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇതിന് ഒരു പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത്. ഇതിന്റെ ഭാഗമായി കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കോഴിക്കോടും പരിശോധന നടന്നു. പ്രത്യേകിച്ച് ഈ പാർസലുകൾ കൈപ്പറ്റേണ്ട ഒരാൾ കോഴിക്കോട് സ്വദേശിയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിക്കോടും പരിശോധന നടത്തിയത്. കൊച്ചിയിൽ പിടിയിലായത് 50 LSD അടങ്ങിയ 2 പാക്കറ്റുകളും 5 വീതമുള്ള 2 കവറുകളുമാണ് കൊച്ചിയിൽ കിട്ടിയത്. കോഴിക്കോട് നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തത്. ഈ പാർസൽ കൈപ്പറ്റേണ്ട ആളിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ 80 LSD സ്റ്റാമ്പുകളും 1.25 കിലോ ഹാഷിഷ് ഓയിൽ, 3 ഗ്രാം MDMA, 3 ഗ്രാം കൊക്കൈൻ എന്നിവയാണ് പിടിച്ചെടുത്തത്. മാങ്കാവ് സ്വദേശി ഫസലുദ്ദീനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിലുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഈ പരിശോധനകൾ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം പാഴ്സലുകൾ വിദേശത്തുനിന്ന് എത്തിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ തന്നെ ലഹരി മരുന്ന് വിതരണം നടക്കുന്നു എന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടർ ദിവസങ്ങളിലും പരിശോധനകൾ ഉണ്ടാകും. കൂടുതൽ പ്രതികൾ കേസിലുണ്ടാകുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ധന്യ. ശരി, നന്ദി ഡാനി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആകുമ്പോൾ വലിയ വിലയ്ക്ക് 4-5 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്ന, അത് തന്നെയാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. സാധനം പൂഴ്ത്തിവെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇതൊന്നും
നിയന്ത്രിക്കാനുള്ള ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. ഇനിയിപ്പോ ഈ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി അതും തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതിരിക്കുകയാണ്. ഇനി ആ വില വർധനവ് ഉണ്ടാകും എന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുകയാണ്. ആ വില വർധനവും കൂടി വലിയ തോതിൽ, ഇപ്പൊ തന്നെ വലിയ തോതിലാണ് വില, വലിയ തോതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് അതിൻ്റെ ഏറ്റവും വലിയ ഇര ആയി മാറാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനം ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനം അപകടകരമായ നിലയിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും മാർക്കറ്റിൽ ഇടപെടലുകളും സർക്കാർ നടത്തണം എന്ന് സർക്കാരിനെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഇന്നലെ ലോ കോളേജിൽ നടന്നത് ക്രൂരമായ ഒരു ആക്രമണമാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് സപ്ന യാക്കൂബിനെ ചവിട്ടി വീഴ്ത്തി വലിച്ചരച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വിഷ്വൽസ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി അവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ അവരെ ആക്രമിച്ചു, കുട്ടികളെ. രാത്രി 12:30 6-7 കുട്ടികൾ താമസിക്കുന്ന, അവരുടെ വീടെടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് പോയി ആക്രമിച്ച് തേപ്പുപൊട്ടി വെച്ച് തലക്കടിച്ച് ഒരു കുട്ടി ബോധരഹിതനായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. 7 പേർക്കാണ് പരിക്ക് രാത്രിയിലത്തെ സംഭവത്തിൽ. വ്യാപകമായി SFIക്കാർ അഴിഞ്ഞാടുകയാണ്. ഇന്നലെ തന്നെ നഗരത്തിൽ ഒരു IT ഉദ്യോഗസ്ഥനെയും മകനെയും ക്രൂരമായി ആക്രമിച്ചു ഒരു SFI നേതാവ്. അയാൾ ഇതിനു മുൻപ് ഒരു അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം മേടിക്കാൻ പോയ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വഴിയിലിട്ട് തല്ലി അയാൾ ഉറക്കെ നിലവിളിക്കുന്ന ആ ശബ്ദം സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത നേതാവാണ്. അത് വീണ്ടും പോയിരിക്കുകയാണ്. ഇന്നലെ കട്ടപ്പനയിൽ അവിടെ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്. തിരൂരിൽ പെൺകുട്ടിയെ ആക്രമിക്കപ്പെട്ടു. ഇതിനു മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ AISFന്റെ സംസ്ഥാന ഭാരവാഹിയായ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഇതിലൊന്നും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. SFIക്കാരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഇവർ ഗുണ്ടായിസമാണ്. എല്ലായിടത്തും ക്രൂരമായ മർദ്ദനമാണ്. നിങ്ങൾക്കറിയാം, കായംകുളം MSM കോളേജിൽ, ശാസ്താംകോട്ട കോളേജിൽ, ചവറ ഗവൺമെന്റ് കോളേജിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധ്യതകൾ KSU ജയിക്കാനോ അല്ലെങ്കിൽ KSUവിന് അനുകൂലമായൊരു സംഭവം ഉണ്ടായ സ്ഥലത്തെല്ലാം ക്യാമ്പസിലെ SFIയുടെ അക്രമത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇന്നലെ നടന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ് ലോ കോളേജിൽ ഉണ്ടായത്. അതാണ് നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. മനുഷ്യക്കടത്ത് കേസിൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരിയെ തമിഴ്നാട് ക്യൂബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി പെരമാൾപുരം ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 80 പേർ രക്ഷപ്പെട്ട കേസിലാണ് അറസ്റ്റ്. ഇവർക്ക് കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ബന്ധുവായ ഈശ്വരി ബോട്ട് വാങ്ങി കൈമാറിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിനോദ് ചേരുന്നു. വിനോദ്, വാർത്തയുടെ വിശദാംശങ്ങൾ. ധനിയ, നേരത്തെ ശക്തികുളങ്ങരയിൽ നിന്ന് മത്സ്യബന്ധന ബോട്ട് വാങ്ങി തമിഴ്നാട്ടിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് നൽകി എന്നതായിരുന്നു ഇത് സംബന്ധിച്ച കേസ്. ഇതിൽ കുളത്തൂപ്പുഴ സ്വദേശി ഈശ്വരിയുടെ പേരിലാണ് അന്ന് ബോട്ട് വാങ്ങിയത്. ഇവിടെ നമ്മുടെ നിയമം അനുസരിച്ച് കേരളത്തിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ലളിതമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മത്സ്യബന്ധന ബോട്ട് വിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ബന്ധമുള്ള ഈശ്വരി വഴി നീണ്ടകരയിലെ മത്സ്യബന്ധന ബോട്ട് വാങ്ങി അവിടെ തമിഴ്നാട്ടിൽ ദുരിതാശ്വാസ അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയായിരുന്ന ആളുകൾക്ക് കൈമാറുകയായിരുന്നു. അവിടെ നിന്ന് മനുഷ്യക്കടത്തായിരുന്നു. പല ഘട്ടങ്ങളിലായി കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ആളുകളെ കടത്തിയിട്ടുണ്ട്. ഈ ബോട്ട് കാനഡയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പിന്നീട് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്യൂബ്രാഞ്ച് നേരത്തെ കൊല്ലത്തെത്തുകയും ഈശ്വരിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഒന്നും അറിയില്ല, തനിക്ക് അറിയില്ലായിരുന്നു. ബന്ധു വന്ന് ഇങ്ങനെ ബോട്ട് വാങ്ങി നൽകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ആധാർ രേഖകൾ ഉൾപ്പെടെ നൽകി ബോട്ടിന്റെ ഉടമസ്ഥ എന്ന നിലയിൽ പണം കൊടുത്ത് ബോട്ട് വാങ്ങുകയായിരുന്നു. അതിന്റെ പണം ഉൾപ്പെടെ തന്നത് തമിഴ്നാട്ടിലെ ബന്ധു എന്നായിരുന്നു ഈശ്വരി മൊഴി നൽകിയത്. ഇപ്പോൾ ക്യൂബ്രാഞ്ച് ഈശ്വരിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരണിയിൽ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. നേരത്തെയും കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ ഉപയോഗിച്ച് ശ്രീലങ്കൻ അഭയാർത്ഥികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിലാണ് ഈശ്വരി ഉൾപ്പെട്ടത്. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തന്നെയാണ്. ശരി, നന്ദി വിനോദ്.
ആലപ്പുഴയിൽ രഞ്ജിത്ത് ഷാൻ വധക്കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രഞ്ജിത്ത് വധത്തിൽ ആകെ 35 പ്രതികളാണുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? വിവരങ്ങൾ. ധന്യ, ആലപ്പുഴ ഇരട്ടക്കൊലപാതകത്തിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെയും ഒപ്പം തന്നെ SDPI നേതാവ് ഷാന്റെ വധക്കേസിലാണ് 1100 പേജുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ രഞ്ജിത്ത് വധത്തിൽ 1100 പേജുള്ള കുറ്റപത്രവും ഉണ്ട്. ഒപ്പം തന്നെ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് പങ്കെടുത്തവരും ഒപ്പം ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളികളുമായ ഉൾപ്പെടെ 15 പ്രതികളെ കുറിച്ചാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിലാകെ 35 പ്രതികളാണ് ഉള്ളത്. 200ഓളം സാക്ഷികളുമുണ്ട്. ഷാൻ വധക്കേസിൽ 483 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളായ 11 പ്രതികളെ കുറിച്ചുള്ള കുറ്റപത്രമാണ് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചത്. രഞ്ജിത്ത് വധത്തിൽ 12 പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ 12 പേരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിരുന്നു. ഇവരെല്ലാം തന്നെ SDPI പ്രവർത്തകരാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് രഞ്ജിത്ത് ശ്രീനിവാസിനെയും ഒപ്പം തന്നെ SDPI നേതാവ് ഷാന്റെയും വധം ആലപ്പുഴയിൽ നടന്നത്. രഞ്ജിത്തിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയും ഒപ്പം തന്നെ ഷാൻ SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഷാനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിരുന്നു രഞ്ജിത്തിന്റെ ഉൾപ്പെടെയുള്ള വധം. എന്തായാലും പ്രമാദമായ 2 കേസിലും പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ധന്യ. നന്ദി ശരണ്യ. കണ്ണൂർ നഗരത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതി നിസാം അറസ്റ്റിലായി. മഞ്ചേശ്വരത്ത് വെച്ചാണ് കണ്ണൂർ ടൌൺ പോലീസ് പ്രതിയെ പിടികൂടിയത്. കേസിൽ ദമ്പതികളായ ബൽക്കീസ്, അഫ്സൽ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ബൽക്കീസിന്റെ അടുത്ത ബന്ധുവാണ് നിസാം. മാർച്ച് 7-നാണ് തുണിത്തരങ്ങൾ എന്ന പേരിൽ ബംഗളൂരുവിൽ നിന്ന് 2 കിലോ വരുന്ന MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ കണ്ണൂരിലേക്ക് പാഴ്സലായി കടത്താൻ ശ്രമിച്ചത്. പാഴ്സൽ കൈപ്പറ്റാൻ എത്തിയപ്പോഴാണ് വക്കീസും അഫ്സലും പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിസാമിന്റെ പങ്കാളിത്തം വ്യക്തമായത്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത 7ഓളം ലഹരി മരുന്ന് കേസുകളിൽ നിസാം പ്രതിയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. ഗുണ്ടാ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഡാറ്റാബേസ് തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെ ഡാറ്റാബേസിലുണ്ടാകും. ഓരോ സ്റ്റേഷൻ പരിധിയിലും ഗുണ്ടകളെ നിരീക്ഷിക്കാൻ SIമാരുടെ നേതൃത്വത്തിൽ 2 ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഹിജാബ് വിഷയം അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ച നടപടി കർണാടക ഹൈക്കോടതി ശരിവച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. വിഷയം അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ അഭിഭാഷകനായ സഞ്ജയ് ഹെഗ്ഡെയോട് ചോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ലെന്ന് അഭിഭാഷകൻ മറുപടി നൽകി. പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ച കോടതി വിഷയം പരിശോധിക്കട്ടെ എന്ന് വ്യക്തമാക്കി. ഹോളി അവധിക്ക് ശേഷം കേസ് ലിസ്റ്റ് ചെയ്യാമെന്ന് കോടതി പറഞ്ഞു. CITU സമരത്തെ തുടർന്ന് കട പൂട്ടേണ്ടി വന്നെന്ന് കണ്ണൂർ മാടായിലെ വ്യാപാരി. പോർക്കലി സ്റ്റീൽസ് ഉടമ TV മോഹൻലാലാണ് സ്ഥാപനം പൂട്ടുന്നത്. കയറ്റിറക്ക് സംബന്ധിച്ച തർക്കത്തെ ചൊല്ലി 1 മാസത്തിലധികമായി പോർക്കലി സ്റ്റീൽസിന് മുമ്പിൽ CITU സമരം തുടരുകയാണ്. ഇന്നത്തെ രീതിയിൽ നമുക്ക് കട തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കടയിൽ മുന്നിൽ വരുന്നവരെല്ലാം അവര് ഭീഷണിപ്പെടുത്തിയും പലതരത്തില് വേറെ കടയിൽ നിന്ന് സാധനം എടുക്കാൻ പറഞ്ഞിട്ടും അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. നമുക്ക് കട തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഇപ്പം പലതരത്തിലുള്ള ഭീഷണി വരുന്നുണ്ട് നമുക്ക്. അതായത് കഴിഞ്ഞ ഒരു പ്രകടനവും പൊതുയോഗമെല്ലാം നടത്തി അതിൽ ഒരുപാട് ഭീഷണിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മളെ കുടുംബം തകർക്കുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള ഓരോരോ സംഭവങ്ങൾ പുതിയതായിട്ട് മെനഞ്ഞെടുത്തിട്ട് സംഭവങ്ങൾ ഉണ്ടാക്കി തെരുവിൽ നേരിടണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിയാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് പലതരത്തിൽ ഓരോ പത്രപ്രസ്താവനകളിൽ ഇറക്കുന്നുണ്ട്. അതെല്ലാം കൂടുമ്പോൾ ഞാനിപ്പം പഴയങ്ങാടി കടയിലേക്ക് പോകാത്ത തന്നെ കുറെ ദിവസങ്ങളായി. ഞാൻ കടയിലേക്ക് പോകാറില്ല. ഇപ്പം കട പൂട്ടിയിട്ടാണ് ഉള്ളത്. അതിപ്പം ബാക്കി ഇനി കോടതി വിധിയൊക്കെ റെഡിയായതിനു ശേഷം പോലീസ് നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്നിട്ടൊരു ഇടവേള. പഞ്ചാബ് മുഖ്യമന്ത്രിയായി ഭഗവത് മാൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നത്?
എപ്പോഴാണ് നടക്കുക? വിവരങ്ങൾ. തന്നെ പഞ്ചാബിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി ഭഗവത് മാൻ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബൻവാരിലാൽ പുരോഹിത് അല്പസമയത്തിനകം ഗവർണർ ബൻവാരിലാൽ പുരോഹിത് അല്പസമയത്തിനകം തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രൗഢഗംഭീരമായ ചടങ്ങാണ്. ഉത്സവ അന്തരീക്ഷത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് എങ്കിലും വിശിഷ്ടാതിഥികൾ എന്ന നിലയിൽ പ്രധാനമായും എത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സാന്നിധ്യമാണ്. മറ്റ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും നേതാക്കളെയോ അല്ലെങ്കിൽ പഞ്ചാബിലെ മുൻ സർക്കാരുകളുടെ പ്രതിനിധികളെയോ ഒന്നും തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇത് സാധാരണക്കാരുടെ ഒരു ചടങ്ങാണ് എന്ന നിലയിലാണ് AAP ആഘോഷമാക്കി മാറ്റുന്നത്. പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായി പഞ്ചാബിൽ AAP അധികാരത്തിലേറുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസും ശിരോമണി അകാലിദളും BJPയും ഒപ്പം സഖ്യങ്ങളും മാറി മാറി ഭരിച്ചിട്ടുള്ള പഞ്ചാബിൽ ആദ്യമായാണ് AAP അധികാരത്തിൽ ഏറുന്നത്. മാത്രവുമല്ല, ഡൽഹിക്ക് പുറത്ത് മറ്റൊരു സംസ്ഥാനത്ത് കൂടി അധികാരത്തിലേറാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രചാരണത്തോടു കൂടി തന്നെയുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടക്കുന്നത്. നേരത്തെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി അമൃത്സറിൽ ഉൾപ്പെടെ ഭഗവത് മാനിന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ ചടങ്ങായി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഭഗത് സിംഗിൻ്റെ ജന്മസ്ഥലത്ത് ഏതാണ്ട് 50 ഏക്കറോളം വരുന്ന വയൽഭൂമിയിൽ ആണ് പ്രത്യേകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. കർഷകർക്ക് നഷ്ടപരിഹാര തുക അടക്കം നൽകിക്കൊണ്ട് ഈ ഭൂമി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഏറ്റെടുക്കുകയായിരുന്നു. അതോടൊപ്പം ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ സർക്കാർ അധികാരത്തിലേറുന്നതിൻ്റെ ഭാഗമായി AAP നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും എന്നുള്ളതാണ്. മറ്റൊന്ന് 122 രാഷ്ട്രീയ നേതാക്കളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ പിൻവലിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. 57 നേതാക്കളോട് സർക്കാരിൻ്റെ ഔദ്യോഗിക വസതികൾ ഒഴിഞ്ഞു നൽകണം എന്നും AAP ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് AAP സർക്കാർ ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മറ്റു മന്ത്രിമാർ ഉൾപ്പെടെ 17-അംഗ മന്ത്രിസഭയാണ് ചുമതലയേൽക്കുന്നത് എങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് നടക്കുക എന്നാണ് വിവരം. ഉപമുഖ്യമന്ത്രിയായി നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഹർപാൽ സിംഗ് ചീമ എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ആദ്യമായി തന്നെ പഞ്ചാബിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ സ്പീക്കർ ചുമതലയേൽക്കും. അത് സർവജിത് മാനുക്കെ എന്ന നേതാവ്, അവർ അധ്യാപിക കൂടിയാണ്. ആ അനുഭവ സമ്പത്ത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സർവജിത് മാൻകയെ സ്പീക്കറായും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ AAPയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. ശരി, നന്ദി അഭിലാഷ്. സംസ്ഥാനത്ത് 12 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷന് തുടക്കമായി. തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ പൈലറ്റ് അടിസ്ഥാനത്തിലാണ് വാക്സിനേഷൻ. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. 12 വയസ്സിന് മുകളിൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കോർബിവാക്സിന്റെ വാക്സിനേഷൻ ഇന്ന് രാവിലെയാണ് വിശദമായ മാർഗരേഖ വന്നത്. അതിനനുസരിച്ച് പൈലറ്റായിട്ടാണ് ഇന്നിപ്പോൾ വാക്സിനേഷൻ ആരംഭിച്ചത്. അതായത് ഓപ്പണായി കോവിൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനാകില്ല, പക്ഷേ നേരിട്ടെത്തി സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇവർക്ക് വാക്സിൻ എടുക്കാം. ഇവർ ഇരിക്കുന്ന കുട്ടികളെല്ലാം വാക്സിൻ എടുത്ത ശേഷം ഒബ്സർവേഷനിലിരിക്കുന്നവരാണ്. ഒബ്സർവേഷൻ കഴിഞ്ഞ് അരമണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ് ഇവർക്ക് പോകാം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല. എന്തായാലും വാക്സിൻ ആദ്യ ദിനം 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞു. വാക്സിൻ എടുത്തോ മോനെ? ഏതിനെങ്കിലും ഉണ്ടോ? മേടിച്ചത് പോലെയൊന്നും കുഴപ്പമില്ലല്ലേ? വാക്സിൻ എടുത്തോ? ഇങ്ങനെ എന്തോ വേദന ഉണ്ടോ? ഇനിയിപ്പോൾ കോവിഡിനെതിരെ കോവിഡ് വന്നിരുന്നോ ഈ കാലഘട്ടത്തിൽ? എപ്പോഴെങ്കിലും പ്രതിരോധ ശേഷി കിട്ടി എന്നുള്ളത് സന്തോഷിക്കുന്നു. എവിടെയാ പഠിക്കുന്നതൊക്കെ? സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് വന്നതാണോ നേരിട്ട്? വേദന ഉണ്ടോ? ഇത് വാക്സിൻ എടുക്കാൻ വേണ്ടി നേരത്തെ അവിടെ ഇരുന്നപ്പോൾ ചെറിയ പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു, അതൊക്കെ മാറിയോ? എങ്ങനെയുണ്ടായിരുന്നു? വേദന ഒന്നുമില്ല. കുറച്ചേരം ഇരിക്കാൻ പറഞ്ഞോ? ഇരുന്നിട്ട് പോവാല്ലേ? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ? അച്ഛനും അമ്മയാണ്. നിങ്ങളെടുത്തോ വാക്സിൻ? ഇരിക്കാത്ത എന്താ? വീട്ടിൽ പോകാം. കുഴപ്പമൊന്നുമില്ലല്ലോ, വേദനയൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? സെറ്റ്. എന്തായാലും കുട്ടികളെല്ലാം സന്തോഷത്തിലാണ്. അവരെല്ലാം വാക്സിനേഷൻ കഴിഞ്ഞ് അരമണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞ് പോകാൻ തയ്യാറായിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ബൂസ്റ്റർ ഡോസുകളും ആരംഭിക്കുന്നുണ്ട്. ബൂസ്റ്റർ ഡോസും വിവിധ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് തന്നെ റെഗുലറായി ഈ പൈലറ്റ് അടിസ്ഥാനത്തിലുള്ള വാക്സിനേഷൻ എന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വാക്സിനേഷനിലേക്ക് നീങ്ങും.